ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ സ്നേഹിതരെ, നമ്മളെല്ലാവരും ഈ ആഗമന കാലത്തിൽ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണല്ലോ. ക്രിസ്മസിന് നക്ഷത്രങ്ങൾ തൂക്കിയും അതുപോലെ തന്നെ വീടുകളെല്ലാം നല്ല വൃത്തിയാക്കിയുമൊക്കെ നമ്മൾ ഉണ്ണീശോയെ വരവേൽക്കുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അതിനോടൊപ്പം ക്രിസ്മസിന് നമ്മളെല്ലാവരും ക്രിസ്മസ് കേക്ക് വാങ്ങുകയും അത് കട്ട് ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കട്ട് ചെയ്ത് ഭക്ഷിക്കുന്ന ഈ കേക്കിന് നമ്മളോട് പറയാനായിട്ടുള്ളത് എന്താണ്? ക്രിസ്മസിൽ നമ്മൾ വാങ്ങുന്ന ഈ കേക്ക് ഈശോയുടെ നാമത്തിലാണ് നമ്മൾ വാങ്ങുന്നത്. അതോടൊപ്പം തന്നെ ആ ഈശോയുടെ ജനനത്തിൽ സന്തോഷം കൊണ്ടുകൊണ്ട് ആ സന്തോഷം പങ്കിട്ടുകൊണ്ടാണ് അത് ഭക്ഷിക്കുന്നത്. ഈ പങ്കിടല് ദൈവം സ്വയം മനുഷ്യനായി, അതായത് ദൈവം മനുഷ്യനായി നമ്മളെപ്പോലെ ജീവിക്കുന്നത് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പങ്കിടലായിരുന്നു. അവിടുത്തെ പീഡാസഹനവും മരണവും സ്വയം ബലിയർപ്പണവും നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പങ്കിടലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ബലിയാണ് ഇവിടെ ഈ കേക്കിലൂടെ നമ്മൾ അനുസ്മരിക്കുക. അതായത് സ്വയം മുറിവേൽക്കപ്പെട്ടുകൊണ്ട് ആ മുറിവേൽപ്പ് മറ്റുള്ളവർക്ക് മാധുരമായി നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു ആത്മീയ കാര്യം തന്നെയാണ് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം സ്വയം മുറിവേൽക്കപ്പെട്ടുകൊണ്ട് കേക്ക് മറ്റുള്ളവർക്ക് മധുരം നൽകുന്നത് പോലെയാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ സ്വയം ബലിയർപ്പിക്കപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഈ ലോകത്തിൽ ജന്മമെടുക്കുന്നതും ജീവിച്ചതും. ആയതിനാൽ ഇതിൽ സന്തോഷിക്കുമ്പോൾ നമുക്കും ദൈവിക സങ്കല്പത്തോട് ചേർന്ന് ദൈവികമായിട്ടുള്ള ഈ ഒരു വലിയൊരു പഠനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും മറ്റുള്ളവർക്ക് മാധുര്യം നൽകുന്ന വ്യക്തികളായി മാറട്ടെ. നമ്മുടെ സഹനത്തിലും എല്ലാം മറ്റുള്ളവർക്ക് സമ്മാനമായി മാധുര്യം, അനുഗ്രഹം, കൃപകൾ ചൊരിയുന്നവരാകട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസിന് ഒരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.